Hi friends, welcome to Appus kitchen. Thank you so much for your support. എൻ്റെ കഴിഞ്ഞ വീഡിയോസിന് നിങ്ങൾ നൽകിയ ഫീഡ്ബാക്കിന് ഒത്തിരി നന്ദിയുണ്ട്. ഇന്നത്തെ വ്ലോഗിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എൻ്റെ ഒരു ദിവസത്തെ സാധാരണ ജോലികൾക്കൊപ്പം ഒരു പാർട്ടിക്കുള്ള ഒരുക്കങ്ങൾ കൂടി നടത്തിയത് എങ്ങനെയെന്നതാണ്. ഇതിൽ 1-2 റെസിപ്പീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കാതിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. കാലത്ത് ചെറുതായി മഴ പാറുന്നുണ്ടായിരുന്നു. പത്രം നനയാതിരിക്കാൻ പ്ലാസ്റ്റിക് ഷീറ്റിൽ പൊതിഞ്ഞ് റബ്ബർ ബാൻഡൊക്കെ ഇട്ടാണ് വരുന്നത്. ഇന്നത്തെ പത്രത്തിൽ പെട്രോളിനും ഡീസലിനൊക്കെ വില കുറഞ്ഞെന്നറിഞ്ഞത് ഏതായാലും ഇത്തിരി സമാധാനം നൽകിയിട്ടുണ്ട്. അപ്പോഴേക്കും അവശ്യ സാധനങ്ങൾക്കും മറ്റും വില കൂടിയിട്ടുണ്ടല്ലേ. ഇതാ തക്കാളിക്ക് കിലോയ്ക്ക് 100 കടന്നെന്നാണ് വാർത്ത. ഏതായാലും പെട്രോൾ പമ്പിൽ ചെന്ന് സ്കൂട്ടിക്ക് പെട്രോൾ അടിച്ച് വരാമെന്ന് കരുതി ഞാനും ജാസ്മിനും ചെന്ന് പെട്രോളൊക്കെ അടിച്ചു. പിന്നെ ബീഫും നല്ല ഉണ്ടക്കായൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരികയാണ്. ചാറ്റൽ മഴ വലുതായിട്ട് വീട്ടിലെത്തുമ്പോഴേക്കും നല്ല മഴയായിട്ടുണ്ട്. ഞങ്ങളാകെ നനഞ്ഞ് കുളിച്ചിട്ടെത്തിയെന്ന് പറയാം. മഴയ്ക്കൊപ്പം കട്ടൻ ചായ നല്ല കോമ്പിനേഷനാണല്ലോ അല്ലേ. അപ്പോൾ ഏതായാലും കട്ടൻ റെഡിയാക്കി. ജാസ്മിന് നല്ലോണം മധുരം വേണം കേട്ടോ. ഞാനാണെങ്കിൽ ചായയിൽ മധുരം ഇടാറില്ല. ഇതാണ് നമ്മുടെ ഉണ്ടക്കായ. വല്ലപ്പോഴുമാണ് കേട്ടോ ഞങ്ങളിത് വാങ്ങിക്കാറുള്ളത്. സാധാരണ എല്ലാ തട്ടുകടയിലും കാണുന്ന സാധനമാണ്. എങ്കിലും മട്ടുൽ ജസിന്തയ്ക്കുള്ള ഒരു കുഞ്ഞ് റെസ്റ്റോറൻറ്റിൽ ഇതെപ്പോഴും ചൂടോടെ കിട്ടാറുണ്ട്. കാലത്ത് പോകണം കേട്ടോ. അപ്പോൾ ഏതായാലും നല്ല റിലാക്സ് ആയിട്ടുള്ള ഒരു പ്രഭാതം നമുക്ക് നൽകുന്ന എനർജി വളരെ വലുതാണ്. അങ്ങനെ ഒരു ദിവസം നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് നിൽക്കാനും കഴിയും. കട്ടനടിയൊക്കെ കഴിഞ്ഞ ശേഷം കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ പ്ലാൻഡായിട്ട് ചെയ്യേണ്ട ദിവസമാണ്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് വെള്ളക്കടല സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തേക്ക് ഒരു പാർട്ടിക്കുള്ള ഒരുക്കങ്ങൾ ഞാൻ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതെന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഏതായാലും വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കേണ്ടതുണ്ട്. അതിൻ്റെ ആദ്യ പടിയായിട്ടാണ് ഞാനിത് കാലത്തന്നെ ഈ വൈറ്റ് ചന സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാങ്ങിച്ചു വെച്ച ബീഫുകൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക എന്നതാണ്. മുറിച്ചെടുത്ത കഷ്ണങ്ങളിൽ ഞാൻ എല്ലാ ഇടക്കുള്ളതും ബോൺലെസ്സും വെവ്വേറെ എടുത്ത് വെച്ചിട്ടാണ് ഉള്ളത്. എല്ലില്ലാത്ത ബീഫാണ് ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ഉച്ചക്കേക്കുള്ള ഇറച്ചിക്കറി ഉണ്ടാക്കാനുള്ള ഒരുക്കങ്ങളും അതിനിടയിൽ തന്നെ തുടങ്ങി. അപ്പോൾ ഇറച്ചി മുറിച്ച് കഴിഞ്ഞു. അതിനിടയിൽ തന്നെ പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ പ്രാതലിനുള്ള ദോശ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. നീർദോശ എന്നൊക്കെ പറയാറുള്ള ദോശയാണ് കേട്ടോ. പച്ചരി കുതിരാൻ അരമണിക്കൂർ തന്നെ ധാരാളമാണ്. അപ്പോഴേക്കും നമുക്ക് ഇറച്ചിക്കറിക്കുള്ള ഒരുക്കങ്ങളൊക്കെ നടത്താം. സവാള അരിയാം. പിന്നെ നമ്മുടെ വിലപിടിച്ച സാധനം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇന്നലെ ആയതിനാൽ 80 രൂപക്കായിരുന്നു ഇത് വാങ്ങിച്ചത് കേട്ടോ. ഇന്നത്തേക്കത് 100 ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് ഇനി തക്കാളിക്ക് വില കുറഞ്ഞോ എന്നെനിക്കറിയില്ല. ഏതായാലും ഇറച്ചിക്കറി ഉണ്ടാക്കുമ്പോൾ നല്ലവണ്ണം വെളുത്തുള്ളി, ഇഞ്ചി ഇങ്ങനത്തെ മസാല നമുക്ക് ആവശ്യമുണ്ടല്ലേ. അപ്പോൾ അതിനായിട്ട് വെളുത്തുള്ളിയൊക്കെ എനിക്ക് അരിഞ്ഞു തരുന്നത് ജാസ്മിനാണ്. നമ്മൾ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ മക്കളുടെയോ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെയോ ഒക്കെ സഹായം തേടുന്നതിൽ യാതൊരു മടിയും കാണേണ്ടതില്ല. സവാള വഴറ്റാൻ വേണ്ടിയിട്ട് കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് ഞാൻ ദോശമാവ് അരച്ചെടുത്തു. ഞങ്ങൾ കണ്ണൂരുകാർ പച്ചരിക്കൊപ്പം കുറച്ച് ചോറോ തേങ്ങയോ എന്തെങ്കിലുമൊക്കെ ചേർത്ത് നല്ല സോഫ്റ്റ് ആക്കി എടുത്താണ് ദോശ തയ്യാറാക്കാറ്. ഞങ്ങളുടെ വീട്ടിൻ്റെ ആസ്ഥാന പ്രാതലെന്ന് പറയാം. ദോശ എന്ന് പറഞ്ഞാൽ എപ്പോഴും ദോശയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. ഹസ്ബൻഡിന് പ്രാതലിന് ചായക്കൊപ്പം ദോശ മാത്രം മതി. കറിയൊന്നും വേണമെന്നില്ല. പക്ഷേ എനിക്കും മക്കൾക്കൊക്കെ എന്തെങ്കിലും കറി നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ഇറച്ചിക്കറി കുക്കറിൽ വേവിക്കാനായി വെച്ച് ഞാൻ ചോറിനുള്ള അരിയൊക്കെ ഇട്ടു. പാർട്ടിക്കുള്ള ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യാനുള്ളതുകൊണ്ട് ഉച്ചഭക്ഷണം പെട്ടെന്ന് തയ്യാറാക്കി വെക്കേണ്ടതുണ്ട്.
മഴയും അവധിയുമായതിനാൽ ഓരോരുത്തരും അവരവരുടെ ടൈമിനാണ് കേട്ടോ എഴുന്നേറ്റ് വരുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ വരുമ്പോഴും ഞാൻ ഇടയ്ക്കിടെ അവർക്ക് ചായയോ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ എടുത്ത് കൊടുക്കേണ്ടതുണ്ട്. മർവാൻ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. കമീറയ്ക്ക് വേണ്ടിയിട്ട് മാവ് കുഴച്ച് വെക്കാമെന്ന് കരുതി. ഞാൻ പറയാൻ വിട്ടു, കമീറയാണ് നമ്മുടെ മെനുവിലെ മറ്റൊരു താരം. വെജിറ്റബിൾ കുറുമയും കമീറയും ഉണ്ടാക്കേണ്ടതുണ്ട്. അപ്പോൾ കമീറയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് കുഴച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഇളം ചൂട് പാലിൽ 2 ടീസ്പൂൺ ഈസ്റ്റും 4 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഒരു 10 മിനിറ്റ് വെച്ചിട്ടാണ് നമ്മൾ മൈദയൊക്കെ ചേർത്ത് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ മാസിൻ വന്നിട്ടുണ്ട്. അവന് ദോശ, ഇഡ്ഡലി ഇത്യാദി സംഭവമൊന്നും ഇഷ്ടമല്ല. എന്തെങ്കിലും ബുൾസെ അല്ലെങ്കിൽ ബ്രെഡ്, ടോസ്റ്റഡ് ബ്രെഡ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് പഥ്യം. അപ്പോൾ ഏതായാലും ഇന്ന് പീനട്ട് ബട്ടർ ഇരിപ്പുള്ളത് കൊണ്ട് അവന് ബ്രെഡോടൊപ്പം അതുകൂടി കഴിക്കുന്നുണ്ട്. മഴ തോർന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ മുറ്റത്ത് ചെന്നപ്പോൾ ഹസ്ബൻഡ് മുറ്റത്തെ ഗേറ്റൊക്കെ തുടച്ച് വൃത്തിയാക്കിയാണ്. ചായ കൂടി കഴിഞ്ഞ് മാസിനും പാപ്പാനെ സഹായിക്കാൻ വേണ്ടി ചെല്ലുന്നുണ്ട്. അപ്പോൾ ഈസ്റ്റ് ഇപ്പോൾ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മൈദയും മിൽക്ക് പൗഡറും ഉപ്പും അല്പം കറുത്ത എള്ളും വിതറിയിട്ട് നന്നായി കുഴച്ചെടുക്കാം. നമ്മുടെ കണ്ണൂർ കിച്ചൻ്റെ കമീറ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഫോളോ ചെയ്യുന്നത്. അവരുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ നന്നായിട്ട് വരാറുണ്ടല്ലേ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ. ഞാൻ അവരുടെ നല്ലൊരു ഫാനാണ്. നന്നായി കുഴച്ചെടുത്ത മാവിന് മുകളിലേക്ക് അല്പം വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലുമൊക്കെ നന്നായി തടവിക്കൊടുത്ത് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ചോറും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതൊക്കെ വിളമ്പി വെച്ചിട്ട് ഹസ്ബൻഡിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ചെന്നപ്പോൾ അദ്ദേഹം ഗേറ്റും അതിലൊക്കെ പാൽ പിടിച്ചത് തുടച്ച് വൃത്തിയാക്കി കഴുകുകയാണ്. മഴ പെയ്തതിനാൽ ചെളിയൊക്കെ നന്നായി ഇളകി വരുന്നുണ്ട്. ഹസ്ബൻഡ് ഭയങ്കര ഹാർഡ് വർക്കിംഗ് പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ ഏതായാലും നല്ല ഇറച്ചിക്കറിയും തൈരും ഒക്കെ ചേർത്ത് ലഞ്ച് കുശാലായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് നേരം വിശ്രമത്തിൻ്റേതാണ്. എങ്കിലും കുറേ നേരമൊന്നും വിശ്രമിക്കാൻ നിൽക്കാൻ വയ്യ. ബാക്കി ജോലികൾ പെട്ടെന്ന് ചെയ്ത് തീർക്കണം. അതിന് മുമ്പ് വൈകുന്നേരത്തെ ചായ ഉണ്ടാക്കാൻ പാലടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കാലത്ത് കുതിർത്ത വെള്ളക്കടല നന്നായി സോക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് കുക്കറിലിട്ട് 2-3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. രാത്രിയിൽ പാർട്ടി ഫുഡ് കഴിക്കേണ്ടതുകൊണ്ട് തന്നെ ഈവനിങ്ങിന് കാര്യമായിട്ട് സ്നാക്സ് ഒന്നും ഉണ്ടാക്കാൻ നിന്നില്ല. ഇത് മൂങ് ദാലാണ് ഫ്രൈ ചെയ്തത്. അത് നമ്മൾ വീട്ടിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 50-50യുടെ മസ്ക ചസ്ക ബിസ്ക്കറ്റുമാണ് എല്ലാവരും കഴിച്ചത്. ഇന്നലെ രാത്രി തന്നെ ഞാൻ ചിക്കൻ നന്നായി മാരിനേറ്റ് ചെയ്ത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ മന്തി ഉണ്ടാക്കാനാണ് കേട്ടോ ഇത്. ഫ്രീസറിൽ വെച്ച ചിക്കൻ രാവിലെ തന്നെ എടുത്ത് താഴെ വെച്ചിട്ടുണ്ടായിരുന്നു, ഫ്രിഡ്ജിൽ തന്നെ താഴെ. അതിപ്പോൾ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഐസ് കുറച്ചുകൂടി പോകാൻ ബാക്കി കിടപ്പുണ്ട്. ആ ഒരു സമയം കൊണ്ട് വെജീസൊക്കെ കട്ട് ചെയ്ത് വെക്കാമെന്ന് കരുതി. നമ്മുടെ വെജ് കുറുമ ഉണ്ടാക്കേണ്ടതുണ്ടല്ലോ. അപ്പോൾ അതും പിന്നെ മന്തിക്ക് വേണ്ടിയിട്ട് ക്യാപ്സിക്കവും കൊറിയാൻഡറും ഒക്കെ അരിഞ്ഞ് വെക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചു. അതിനിടയിൽ വൈറ്റ് സെല്ല റൈസ് എടുത്തിട്ട് സോക്ക് ചെയ്ത് വെക്കാനുണ്ട്. നമ്മളിപ്പോൾ മന്തി ഉണ്ടാക്കുമ്പോൾ എന്തായാലും 1 മണിക്കൂർ നമ്മൾ മന്തി റൈസ് വെള്ളത്തിലിട്ട് വെക്കേണ്ടതുണ്ട്. അതിനായി ഞാൻ വൈറ്റ് സെല്ല റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് 2 കിലോഗ്രാമോളം വരും. അപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്ന ഈ റെസിപ്പി ഫദ്വാസ് കിച്ചണിലെ മന്തി റെസിപ്പിയാണ് കേട്ടോ. ഇവരുടെ ഈ റെസിപ്പിയുടെ വ്യൂസ് ക്രോർസ് കടന്നിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? നമ്മുടെ അപ്പൂസ് കിച്ചൺ ചാനലിന് കുറച്ചൊക്കെ വ്യൂസും സബ്സ്ക്രൈബേഴ്സൊക്കെ കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നാറുണ്ട് കേട്ടോ. എന്നോട് മിക്കവരും സബ്സ്ക്രൈബേഴ്സ് എത്രയായെന്ന് ചോദിക്കാറുണ്ട്.
ഹൈഡ് ചെയ്ത് വെച്ചത് മറ്റൊന്നും കൊണ്ടല്ല കേട്ടോ, അത് കുറേ നാൾ മുമ്പ് ലാപ്ടോപ്പ് യൂസ് ചെയ്യുമ്പോൾ സെറ്റിങ്സിൽ മാറ്റി വെച്ചതാണ്. ഇപ്പോൾ കുറേ നാളായിട്ട് ഞാൻ മൊബൈലിൽ തന്നെയാണ് എഡിറ്റിങ്ങും മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. കമ്പ്യൂട്ടറിൽ YT സ്റ്റുഡിയോ തുറന്നാലേ നമുക്ക് ഇങ്ങനത്തെ ചിലതൊക്കെ എനാബിൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനത്തെ അതിനുള്ള ഒരു മടി കൊണ്ടാണ് സബ്സ്ക്രൈബേഴ്സിൻ്റെ നമ്പേഴ്സ് ഇങ്ങനെ ഹൈഡായി കിടക്കുന്നത്. അല്ലാണ്ട് വലിയ സർപ്രൈസ് ഒന്നും ഇല്ല. എനിക്കുള്ള സബ്സ്ക്രൈബേഴ്സ് 3K പോലും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള മറുപടിയാണ്. ഇനിയിപ്പോൾ എന്താ, മന്തിയുടെ അരിയൊക്കെ കഴുകി വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചു. 1 മണിക്കൂർ സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ചോറുണ്ടാക്കാൻ വേണ്ടി എടുക്കാം. ആ ഒരു സമയം കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെജീസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ടൊരു വലിയ പാത്രം വെള്ളം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ഉണങ്ങിയ ചെറുനാരങ്ങ, പിന്നെ കുറച്ച് ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ നമ്മുടെ കറുവാപ്പട്ട എന്നിവയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ കഴുകി വെച്ച അരിയൊക്കെ ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കുന്നുണ്ട്. എനിക്കിതെല്ലാ കാര്യങ്ങളും ഒരുമിച്ചിട്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഖമീറക്കുള്ള മാവ് പരത്താനും മറ്റുമായിട്ട് മറുവാനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവനാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്തത്. വലിയ ഉപകാരമായിട്ടുണ്ട് എനിക്ക്. അങ്ങനെ വെജിറ്റബിൾ കുർമ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചു. ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് വെളുത്തുള്ളീൻ്റെ അല്ലികൾ ചെറുതായി നുറുക്കിയത് ഇട്ടിട്ടാണ് ഞാനത് ആദ്യം ഒന്ന് സോട്ട് ചെയ്തു. എന്നിട്ട് അതിലേക്ക് പച്ചക്കറികളൊക്കെ ചേർത്തു. നമ്മുടെ വെള്ളക്കടല നേരത്തെ വേവിച്ച് വെച്ചതുകൊണ്ട് തന്നെ അവസാനമാണ് അത് ചേർത്തത്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, കുറച്ച് നമ്മുടെ ഒറിഗാനോ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ, കുരുമുളക് പൊടി, ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനിടയിൽ നമ്മുടെ മന്തി ചിക്കൻ മസാലയിലേക്ക് കുറച്ച് പെപ്പർ കോൺസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണല്ലോ ഫദ്വാസിൻ്റെ റെസിപ്പിയിൽ നമ്മൾ കാണാറ്. നമ്മുടെ അരിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ മന്തി അരി അത് വെള്ളം ഊറ്റി കളഞ്ഞിട്ടുണ്ട്. ചൂടോടെ തന്നെ നമ്മൾ ചിക്കൻ മന്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് മുകളിലേക്ക് 2-3 പച്ചമുളകൊക്കെ വെച്ച് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നും വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഇത്രയും കാര്യങ്ങളാകുമ്പോഴേക്ക് തന്നെ കുറച്ച് നേരം അങ്ങ് പോയി. അപ്പോൾ എനിക്ക് വീഡിയോസ് എടുക്കാനൊന്നും സമയം കിട്ടിയില്ല. പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടി വന്നു. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും പതിവ് പോലെ അപ്പൂസ് കിച്ചൻ്റെ ആശംസകൾ. താങ്ക് യു സോ മച്ച്. കുറച്ച് വെന്തല്ലേ മറിയിപ്പോൾ മുറിച്ചത്.
birthday to you. Thank you. 227 is 277. ഇവിടെ വെക്കണ്ടേ, ഇവിടെ Idamma.